അടുത്തതായ ആശംസ അർപ്പിക്കുന്നതിന് യെബിൻ വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജനറൽ കൺവീനർ ശ്രീ സുനിൽ സാർ, ബഹുമാനപ്പെട്ട AEO, നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇല്ലെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട കൊല്ലത്തിൻ്റെ ആദരണീയനായ MP ശ്രീ NK പ്രേമേന്ദ്രൻ അവർ ഇവിടെ ഇല്ല. അദ്ദേഹത്തിനോടെല്ലാം ആദരവുകളും അറിയിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് KPST എന്ന അധ്യാപക സംഘടനയുടെ പ്രതിനിധി കൂടിയും പിന്നെ എൻ്റെ ഉപജില്ലയിൽ വളരെ മനോഹരമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാ വിജയങ്ങളും കൈവരിക്കുന്ന സ്കൂളിലെ അധ്യാപകൻ എന്ന നിലയിൽ കൂടിയാണ്. KPST 2 കമ്മിറ്റിയാണ് ഇവിടെ എടുത്തിരുന്നത്. ഒന്ന് പ്രോഗ്രാം കമ്മിറ്റിയും ഒന്ന് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുമാണ്. ഈ കമ്മിറ്റി വളരെ കൃത്യമായി 2 കമ്മിറ്റികളും വളരെ കൃത്യമായി കൊണ്ടുപോകുവാൻ നമ്മളെ ഈ വെന്യൂവിൻ്റെ ആലോചനാ യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഈ വാളകത്തിൻ്റെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപക്ഷെ ഉപജില്ലയുടെ വിവിധ സ്കൂളുകളിലെ രക്ഷിതാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ മേഖലയിലേക്ക് വന്നത് എന്താണെന്ന്. എന്നാൽ വന്ന ഈ മത്സരങ്ങളൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ വളരെ മനോഹരമായി ഈ ഓരോ ദിവസവും അധികം വൈകാതെ കൃത്യമായി എല്ലാ സഹായത്തോടു കൂടിയും ഈ മത്സരങ്ങളൊക്കെ ഇവിടെ വരെ അവസാനിച്ചു. ഈ വാളകം നിവാസികളുടെ സഹകരണം ചെറുതല്ല. ഒപ്പം ഈ വെന്യൂ സ്കൂളിലെ ജനറൽ കൺവീനറായ സുനിൽ സാറ്, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന PTA MPT അംഗങ്ങൾ, പിന്നെ നമ്മുടെ എല്ലാ കമ്മിറ്റികളും, വിവിധ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റി അംഗങ്ങളുടെ കൺവീനേഴ്സ്, ചെയർമാൻസ്, അതുപോലെ AEO ഓഫീസിൻ്റെ വലിയ പിന്തുണ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഓർക്കുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സന്നദ്ധ സംഘടനകളെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥികൾ, സാറ് പറഞ്ഞതുപോലെ TTEയിലെയും BEഡിലെ അധ്യാപക വിദ്യാർത്ഥികൾ, NCC SPC പോലെയുള്ള വിവിധ സന്നദ്ധ സ്റ്റുഡൻസിൻ്റെ സംഘടനകളൊക്കെ പ്രോഗ്രാം കമ്മിറ്റിയും ലോ ആൻഡ് ഓർഡറിനെയും നല്ലതുപോലെ സഹായിച്ചു. നിങ്ങൾക്കറിയാം, കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എല്ലാ സബ് ജില്ലകളിലും, ഈ കൊല്ലം ജില്ലയിലെ വിവിധ സബ് ജില്ലകളിൽ പ്രോഗ്രാം കമ്മിറ്റി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ വർഷം വളരെ മനോഹരമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു. പ്രവർത്തകർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ വേദിയുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ കഴിവതും എല്ലാ ക്രമീകരണങ്ങളും സഹായത്തോടു കൂടി ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഹൾ HULL എന്ന സൈക്കോളജിസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന ഒരു വാക്ക് നമുക്ക് ഏവർക്കും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വായനയിലൂടെ വായിച്ചിട്ടുണ്ടാവാം. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വിജയിച്ചവർ വിജയത്തിൽ എന്താണ് മതിമറക്കാതെയും തോറ്റവരല്ല, 2ാം സ്ഥാനം 3ാം സ്ഥാനം ഒക്കെ വന്നവർ നിരാശപ്പെടാതെയും കുതിക്കുക. അധ്യാപകരുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളും പല ഭൗതിക തലമാണ്. അവർക്കൊന്നും ഒരേ ബുദ്ധിയല്ല. ബുദ്ധി ഒന്നാണ്, പ്രവർത്തന ശൈലി വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വേദിയിൽ പെർഫോം ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും മിടുക്കന്മാരാണ്. അപ്പോൾ അവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. റീഇൻഫോഴ്സ്മെന്റ് 2 തരം, പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് മാത്രം കൊടുക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക. എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ കഴിവുകളിലും. കലോത്സവം കൊണ്ടൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കന്നഡ, ഉറുദു പോലെയുള്ള, തമിഴ് പോലെയുള്ള ഒക്കെ മത്സരങ്ങൾ നമ്മളിവിടെ നടത്തപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെയല്ല. കുട്ടികളുടെ നാളത്തെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നാളെ ഇവർ ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ പ്രോഗ്രാം KPST ആണ് എടുത്തത്. ആദ്യ ദിനം മുതൽ KPST സജ്ജീകരിച്ച പടുകൂറ്റിന് LED വാൾ ഈ 1ാം വേദിയുടെ സമീപത്ത് റിസൾട്ടും മറ്റ് അറിയിപ്പുകളും ഒക്കെ നൽകാൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി അതിനൊക്കെ സഹായിച്ച വിവിധ ആളുകളുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ കൂട്ടുകാരെല്ലാവരും സമ്മാനം മേടിക്കാൻ റെഡിയാണോ? ആണ്. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാവിധമായ നന്ദിയും കടപ്പാടും. ഒരാളെ ഞാൻ വിട്ടുപോയി, ബഹുമാനപ്പെട്ട AEO സാർ വളരെ പക്വമായി, പറയാതിരിക്കാൻ നിർവാഹമില്ല, ഓരോ ഇടപെടലുകളും. സ്വാഭാവികമായിട്ട് അധ്യാപക സംഘടനകളിലൊക്കെ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെ സാറിന് പറയാൻ അവസരം തരാമെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞുകൊണ്ട്
ഞങ്ങളെ ഒക്കെ പരിപക്വമായി കൊണ്ടുപോകുന്ന ഒരു AEO. അദ്ദേഹത്തിന് ഒരു നല്ല കയ്യടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ താങ്ക് യു സോ മച്ച്. KPST എടുത്ത ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നു. ഞങ്ങളുടെ സഹ അധ്യാപക പ്രതിനിധികളെല്ലാവരും വേദിയിലുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും അവരൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം എനിക്ക് എൻ്റെ വിദ്യാലയമില്ലാതെ ഞാനില്ലാതെ എൻ്റെ കുട്ടികളും ഇല്ലാതെ ഞാനില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ സ്കൂൾ മാനേജർ ശ്രീ KG വിജയകുമാർ അവരോട് ഞാൻ അദ്ദേഹത്തെയും ഏത് വേദിയിലായാലും അദ്ദേഹത്തിൻ്റെ പേരും കൂടി ഞാൻ പറയാറുണ്ട്. പറയാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹത്തെയും ഓർക്കുന്നു. എല്ലാ അധ്യാപക സുഹൃത്തുക്കളോടും എല്ലാ കുഞ്ഞുങ്ങളോടും ഞങ്ങൾ നാളെ വലിയവരാവുക. അദ്ദേഹം പറഞ്ഞതുപോലെ വിജയത്തിൽ മതിമറക്കാതിരിക്കുക. അതുപോലെ തന്നെ 2-3 സ്ഥാനങ്ങൾ എത്തിയവർ നിരാശരാകേണ്ടതില്ല. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. KPSTയുടെ എല്ലാ അഭിനന്ദനങ്ങളും. ഒരിക്കൽ കൂടി 2025 കലോത്സവം ഒരു ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട ഒരു സംഭവമായി ഈ പ്രോഗ്രാം കമ്മിറ്റിയും ഒക്കെ മാറിയതിൻ്റെ എല്ലാ സന്തോഷത്തോടു കൂടി എല്ലാ അംഗങ്ങളെയും ഒരിക്കൽ കൂടി ഈ സമാപന സമ്മേളനത്തിലേക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന പടുകൂറ്റൻ ട്രോഫികളൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. വീണ്ടും ഇതൊക്കെ ഏറ്റുവാങ്ങുക. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം.